ഇന്ന് നമ്മൾ നല്ലൊരു കിഡിലെ ഇളനീ ജ്യൂസ് അടിക്കാൻ പോകാം കേട്ടോ. നമ്മൾ തന്നെ തെങ്ങിൽ കയറിയിട്ട് നല്ല 4 കിഡിലെ ഇളനീ നമ്മൾ വലിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല സൈസ് നോക്കിയിട്ടുള്ള നല്ല ഇളനീ നമ്മളെടുത്തത്. അപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് പൊളിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ പാറയൊക്കെ എടുത്ത് വെച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മൂപ്പുണ്ട്, അതുകൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. തേങ്ങ ആയിട്ടില്ല, ഇളനീ കുറച്ചൊന്ന് മൂപ്പായിട്ടുള്ളൂ. അത്യാവശ്യം കാമ്പുള്ള ടച്ച് സാധനം നോക്കിയിട്ട് നമ്മൾ ഇതിട്ട് വലിച്ചത് കേട്ടോ. അപ്പോൾ നല്ല 4 ഇളനീ എടുത്ത് നമ്മളതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം കുറച്ച് പണിയുണ്ട്. തേങ്ങ പൊളിക്കുന്ന പോലെ പൊളിക്കാൻ കഴിയില്ല, കാരണം വെച്ചാൽ ചേരി മൂപ്പായിട്ടില്ലാത്തതുകൊണ്ട് പൊളിച്ചെടുക്കാൻ പാടാം. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് നമ്മൾ തേങ്ങ പൊളിച്ചെടുത്തു. അങ്ങനെ നമ്മളടുത്തത് വെട്ടാനുള്ള പ്ലാനാട്ടോ. നല്ല കത്തി വെച്ച് നമ്മൾ അത് വെട്ടുകയാണ്. ഇളനീ വെട്ടിയിട്ട് നമ്മൾ അതിലുള്ള ഇളനീൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ ഇളനീ വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ നല്ലത്, അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. അങ്ങനെ നമ്മളത് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നീറ്റായിട്ട് നല്ല സെൻറ്റർ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നല്ല മൂർച്ചയായിട്ട് കത്തി വെട്ടെങ്ങാനും മാറിയ കൈക്ക് കൊടുക്കും. പക്ഷെ നല്ല നീറ്റായിട്ട് നമ്മൾ വെള്ളം പുറത്തേക്ക് പോവാതെ നല്ല സെറ്റായിട്ട് നമ്മൾ കിടലിനായിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് പകുതിക്ക് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മളൊരു കഴിവ് തന്നെയാണ്, സ്വന്തം കഴിവുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഇളനീ വെള്ളം മുറിച്ചെടുത്ത ഇളനീകളും സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ച് അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇളനീ നമ്മളതിന് ചൂന്നെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് അതെല്ലാ ഇതിൽ നിന്നും ഇളനീ നിന്നും ചൂന്നെടുത്തിട്ട് നല്ല നൈസാക്കി കട്ട് ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ സുഖമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു കത്തി വെച്ചിട്ട് നമ്മളതിങ്ങനെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചൂന്നെടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാമ്പ് ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ചൂന്നെടുക്കണം, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. നോർമൽ അത്ര മൂപ്പില്ലാത്ത ഇളനീയൊക്കെ ആണെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയാൽ കിട്ടും. പക്ഷേ നമുക്ക് ജ്യൂസ് അടിച്ചാൽ അതൊരു ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കുറച്ച് മൂപ്പുള്ള ടൈപ്പ് എടുത്തത്. പക്ഷേ തേങ്ങ ആയിട്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് നല്ല അടിപൊളി ഇളനീ തന്നെയാണ് നമ്മളെടുത്തത് കേട്ടോ. കുറച്ച് മൂപ്പായിട്ടുള്ള നല്ല കിടിലൻ ഇളനീ, നല്ല ഇളനീ വെള്ളം കേട്ടോ. നല്ല തരിപ്പുള്ള ടൈപ്പ് ഇളനീ വെള്ളമാണ്, കിടിലൻ ടേസ്റ്റുള്ള. അപ്പോൾ നമ്മൾ എല്ലതും ഇതേപോലെ നന്നായിട്ട് ചൂന്നെടുക്കുക. നമ്മൾ ചിലത് സ്പൂൺ വെച്ച് നമ്മൾ നോക്കി, ചിലത് മാത്രമേ സ്പൂൺ വെച്ച് കിട്ടുന്നുള്ളൂ, ചിലത് നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ ചൂന്നെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാമ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാനും നല്ല സെറ്റ് സാധനമായിട്ടോ കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ഇളനീ പോരാ, ഒരു 4 ആൾക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 5-6 ഇളനീ വേണ്ട. ഒരു നോർമൽ നല്ല മൂപ്പാവാത്ത ഇളനിയാണെങ്കിൽ, നല്ല മൂപ്പായ കുഴപ്പമില്ലാത്ത ഇളനീ വെച്ചാൽ ഒരു 4 ഇളനീ മതി. അതുകൊണ്ട് നമ്മൾ 4 ഇളനിയാണ് എടുത്തത്. അത്യാവശ്യം നല്ല രീതിക്ക് ജ്യൂസ് അടിക്കാൻ പറ്റിയ ടൈപ്പ് ഇളനീ കേട്ടോ. ചൂന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ്, കുറച്ച് കഷ്ടപ്പെടണം. ചിലതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ കത്തി കൊണ്ട് വരിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. നല്ല രീതിക്ക് നല്ല സെറ്റായിട്ട് ഓവറായിട്ട് ഷർട്ടേൻ്റെ മൂഡ് പ്രശ്നം വരാത്ത ലെവലിൽ നമ്മൾ ചൂന്നെടുക്കുക. നമ്മൾ ആ ഒരു പരിപാടി നല്ല നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇത് മാത്രമാണ് നമ്മൾ നീറ്റായിട്ട് ചെയ്യേണ്ടത്. കുറച്ച് പണി ഉണ്ടെങ്കിലും ഈ ഒരു സംഗതി ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് ആട്ടോ. ഈ ഇളനീ ജ്യൂസ് എന്ന് പറയുന്നത് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമ്മൾ മറ്റൊന്നും പോലെയല്ല, വലിയ മധുരമായിട്ട് അടിച്ചില്ലെങ്കിലും നല്ല കിടിലനായിട്ടുള്ള ടേസ്റ്റുള്ളൊരു സാധനമാണ്. അങ്ങനെ നമ്മളിതൊക്കെ സെറ്റായിട്ട് 4 ഇളനീ ചൂന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിക്സി സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സി എല്ലാം സെറ്റ് ചെയ്ത് ഈ ചൂന്ന് വെച്ച ഇളനീ നല്ല പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പീസാക്കി വെക്കണമെന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാൻ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഞ്ചസാര നമ്മൾ ബക്കറ്റിൽ തന്നെ എടുത്തിട്ടുണ്ട്, ഒരു ബക്കറ്റ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജ്യൂസും ആ ഒരു ഇളനീ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കാനുള്ള പ്ലാനാട്ടോ ജ്യൂസ്. അങ്ങനെ നമ്മൾ ആ അരിഞ്ഞ് വെച്ച ഇളനീയും ഈ വെള്ളം കൂടെ മിക്സിൻ്റെ ജാറിലിട്ട് അതിലേക്ക് 2 ഏലക്കായ ഇട്ടിട്ട് അടിക്കാനുള്ള പ്ലാനാണ്. ഏലക്കായ ഇട്ടാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും, നല്ലൊരു സ്മെല്ലിങ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നല്ല ജാറിൽ നല്ല സെറ്റാക്കി ജാറെടുത്തിട്ട് നേരെ മിക്സിയിൽ വെച്ചു. എന്നിട്ട് നമ്മളൊരു 3 ലിറ്റർ അടിച്ചു കേട്ടോ. നല്ല കിടലിനായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത ലെവലിൽ അടിക്കുന്നത്. നല്ല ടൈറ്റാകുന്ന വരെ നമ്മൾ അടിക്കുക. നല്ല മിക്സാണ്, കാരണം വെച്ചാൽ ഇളനീ അത്ര പെട്ടെന്ന് അരിഞ്ഞു കിട്ടാത്തൊരു സാധനമാണ്. അതുകൊണ്ട് നല്ല കിടിലൻ ജ്യൂസി ആയിട്ട് കിട്ടുന്നവരെ അടിക്കുക. നല്ല അടി അടിക്കണം കേട്ടോ. നമ്മൾ 3 ലിറ്റർ നല്ല കിടിലൻ അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നല്ല കിടിലനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക, അരിപ്പ വെച്ച് അരിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ നല്ല കിടിലനായിട്ട് അരിപ്പ വെച്ച് അരിക്കാത്ത ലെവലിൽ നമുക്ക് ആ സാധനം കിട്ടിയിട്ട് നല്ല കിടിലനായിട്ട് അത്രയ്ക്ക് അരഞ്ഞിട്ടിട്ടുണ്ട്. നമ്മളെ മിക്സി നല്ല കിടില ഇമ്പെക്സിൻ്റെ മിക്സി ആയതുകൊണ്ട്